അതൊരു ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഹീറോ പരിവേഷമുള്ള വേഷങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളും ആശീർവാദിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ചില ചിത്രങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. ദൃശ്യത്തിന്റെ ഒരു കഥ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹീറോ, ആ ഹീറോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ സാറുമായി ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് മലയാളികൾക്ക് ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സിനിമകൾ നിർമ്മിക്കാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ ചിത്രത്തെയും സമീപിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥയിൽ അതിനകത്ത് എനിക്കിഷ്ടമുള്ള ഒരു ഹീറോ, ഒരു ഹീറോ പരിവേഷമുള്ള ഒരു നായകനെ ആ സിനിമയുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു, ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. അപ്പൊ ആ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അടി മാത്രം കൊടുക്കുന്ന അത് മാത്രമായിട്ടല്ല ഹീറോയിസത്തെ കാണുന്നത്. അപ്പൊ അതിനുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ദൃശ്യത്തിന്റെ കഥയിൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും അതിനെല്ലാത്തിനകത്തും നമ്മുടെ മനസ്സിലുള്ള ഒരു ഹീറോ അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഒന്നും രണ്ടും വിജയിക്കാൻ കാരണം. മൂന്നാം ഭാഗവും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണ് ഈ സിനിമയിൽ സഹകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മുൻപോട്ടും അതുപോലുള്ള ഹീറോകൾ തന്നെയുള്ള ഭാഗങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ നമ്മുടെ മനസ്സിലുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ജിത്തുവിനെ അതിന് പ്രേരിപ്പിക്കും എന്നും കൂടി ഈ അവസരത്തിൽ പറയാം.